പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം മുൻപ് പറഞ്ഞതായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു പാഠഭാഗമാണ് അവതരിപ്പിക്കുന്നത്. പാഠഭാഗമല്ല, ഒരു അടിസ്ഥാന ആശയം. ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു സംശയമാണ്. 6, 4 HCF 2 LCM 12. HCF എന്ന് പറയുമ്പോൾ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഹൈയസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ നമ്പർ തന്നു. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ നമ്പർ തന്നു. ഹൈയസ്റ്റ് എന്ന് പറഞ്ഞ ചെറിയ നമ്പർ, ലീസ്റ്റ് എന്ന് പറഞ്ഞ വലിയ നമ്പർ. ഇതെങ്ങനെ? അതങ്ങനെയാണ്. അതിന്റെ കാരണസഹിതം മനസ്സിലാക്കും. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് എന്താണ് HCF, എന്താണ് LCM എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. 6 എന്ന നമ്പറിന് 1 കൊണ്ട് നിശേഷം ഹരിക്കാം, എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 1. 2 കൊണ്ട് നിശേഷം ഹരിക്കാം, എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 2. 3 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ, 3 കൊണ്ട് നിശേഷം ഹരിക്കാം. 6 കൊണ്ട് നിശേഷം ഹരിക്കാം, 6 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 6. അതുകൊണ്ട് we say 1, 2, 3 and 6 are factors of 6. 1, 2, 3, 6 എന്നിവ 6ന്റെ ഘടകങ്ങളാണ്. എന്താണ് ഫാക്ടേഴ്സ്? അപ്പോ the numbers with which the given number is exactly divisible. ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് തന്നിരിക്കുന്ന സംഖ്യയെ നിശേഷം ഹരിക്കാമോ അതാണ് ആ നമ്പറുകളാണ് ഘടകങ്ങൾ. ഇനി 4നും 1 കൊണ്ട് നിശേഷം ഹരിക്കാം, എക്സാക്ട്ലി ഡിവിസിബിൾ വിത്ത് 2, എക്സാക്ട്ലി ഡിവിസിബിൾ വിത്ത് 1. 2 കൊണ്ട് നിശേഷം ഹരിക്കാം, എക്സാക്ട്ലി ഡിവിസിബിൾ വിത്ത് 2, എക്സാക്ട്ലി ഡിവിസിബിൾ വിത്ത് 4. 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അതുകൊണ്ട് 1, 2 and 4 are factors of 4. ഇതിൽ ഏതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ്, പൊതു ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2. ഇനി ഒന്നും പൊതു ഘടകങ്ങളില്ല. അപ്പൊ 1 and 2 are common factors. 6നും 4നും പൊതുവായ ഫാക്ടേഴ്സ് ആണ് 1, 2. അങ്ങനെ പൊതുവായ ഫാക്ടേഴ്സിൽ, കോമൺ ആയ ഫാക്ടേഴ്സിൽ ഏറ്റവും കൂടിയത്, കോമൺ ആയ ഫാക്ടേഴ്സിൽ ഏറ്റവും കൂടിയത് ഏതാ? 2. അങ്ങനെയാണ് ഇവിടെ HCF 2 ആയത്. അതാണ് ഹൈയസ്റ്റ് എന്ന പേര് തുടങ്ങിയിട്ടൊരു ചെറിയ നമ്പർ ചെന്നെത്തിയത്. ഇനി നമ്പേഴ്സ് 4, 8 ആയിരുന്നെങ്കിലോ 4ന്റെ ഫാക്ടേഴ്സ് 1, 2, 4. 8ന് 1, 2, 4, 8. ഇവിടെ 1 കോമൺ ഫാക്ടർ, 2 കോമൺ ഫാക്ടർ, 4 കോമൺ ഫാക്ടർ. ഹൈയസ്റ്റ് ഈസ് 4. അതുകൊണ്ട് HCF 4 ആണ്. ബട്ട് ഇവിടെ ഈ 2 നമ്പറിന്റെ പ്രത്യേകതയുണ്ട്. 1ാം നമ്പറിന്റെ ഗുണിതമാണ് 2ാം നമ്പർ. സെക്കൻഡ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് നമ്പർ. അങ്ങനെ വരുമ്പോൾ 1ന്റെ മൾട്ടിപ്പിൾ ആണ് 2ാമത്തെ നമ്പർ. അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കുറെ ഏതെങ്കിലും 2ഓ അതിലധികമോ നമ്പറുകൾ വരുമ്പോൾ ഇവയെല്ലാം ഇതിൽ ഏതെങ്കിലും ഒരേ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ചെറിയ നമ്പർ ആയിരിക്കും HCF. അങ്ങനെ എളുപ്പ വഴിയുമുണ്ട്. ഇനി LCMനെ കുറിച്ച്, 6ന്റെ മൾട്ടിപ്പിൾസ്, 6ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെ നോക്കാം. 6 ഗുണം 1 6. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. 1, 6നും 4നും 8നും ഒക്കെ ഫാക്ടർ ആണല്ലേ. എല്ലാ നമ്പറിന്റെയും ഫാക്ടറാണ് 1. അതാണ് 1 is called universal common factor. ആഗോള പൊതു ഘടകം 1. 6ന്റെ മൾട്ടിപ്പിൾസ്, 6ന്റെ ഗുണിതങ്ങൾ 6 ഗുണം 1, 6 ഗുണം 2, 6 ഗുണം 3, 6 ഗുണം 4, ഇങ്ങനെ എത്ര പോകും. എത്ര വേണം എഴുതാം.
നാലിൻ്റെ ഗുണിതങ്ങൾ, 4ന്റെ മൾട്ടിപ്പിൾസ് 1 ഗുണം 4, 2 ഗുണം 4, 3 ഗുണം 4, 4 ഗുണം 4, 5 ഗുണം 4 എക്സെട്ര. ഇവിടെ നോക്കൂ, 6, 12, 18, 24 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4, 8, 12, 16, 20, 24 ഒക്കെ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ 12 ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ്. 24 കോമൺ മൾട്ടിപ്പിൾ ആണ്. ഞാൻ ഇനിയും മൾട്ടിപ്പിൾസ് എഴുതിയാൽ ഇനിയും കിട്ടും കോമൺ മൾട്ടിപ്പിൾസ്. അപ്പൊ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിന് തുല്യമോ അതിനേക്കാൾ കൂടുതലോ അല്ലേ കിട്ടും. കാരണം ആ നമ്പറിനെ ഗുണിച്ച് കിട്ടുന്ന നമ്പറുകളാണ് മൾട്ടിപ്പിൾസ് പറയുന്നത്. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസ് 6 മുതൽ മുകളിലോട്ടേ ഉള്ളൂ. 4ന്റെ മൾട്ടിപ്പിൾസ് 4 തൊട്ട് അതിന്റെ മുകളിലോട്ടേ ഉള്ളൂ. ഇവിടെ 12ഉം 24ഉം ഇനിയുണ്ട് കോമൺ മൾട്ടിപ്പിൾസ്. അതിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസിൽ ലീസ്റ്റ് അതാണ് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതുകൊണ്ടാണ് 12 ആയത്. ലീസ്റ്റ് എന്ന പേര് തുടങ്ങിയിട്ട് വലിയ നമ്പർ തന്നിരിക്കുന്ന 2 നമ്പറുകൾക്ക് ഒന്നുകിൽ ഏറ്റവും വലിയ നമ്പറോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നമ്പറോ ആയിരിക്കും LCM ആയിട്ട് കിട്ടുക. അത് തന്നിരിക്കുന്ന നമ്പറുകളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇവിടെ 4 8 LCM 8 തന്നെയായിരിക്കും. കാരണം ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾസ് 4 തൊട്ട് വരും, 8ന്റെ മൾട്ടിപ്പിൾസ് 8 തൊട്ട് വരും. കോമണിൽ ഏറ്റവും കുറവ് 8 ആയിരിക്കും. ഇനി LCM കണ്ടുപിടിക്കാൻ എളുപ്പം വഴി 6ഉം 4ഉം കണ്ടുപിടിക്കാൻ ഇങ്ങനെയൊക്കെ ഫാക്ടറൈസ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതി പ്രൈം ഫാക്ടറൈസേഷൻ പറയും. 2, 3, 5, 7 തുടങ്ങിയ പ്രൈം നമ്പറുകൊണ്ട് ഡിവൈഡ് ചെയ്യും. 6ൽ 3 പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ട്, 3ൽ പോകത്തോണ്ട് അത് അങ്ങനെ തന്നെ എഴുതി 2ൽ 1 പ്രാവശ്യം. ഇനി 2 കൊണ്ടൊക്കെ ഇല്ല, അതുകൊണ്ട് 3 എഴുതി 1 പ്രാവശ്യം. ഇങ്ങനെ എല്ലാം 1 കിട്ടുന്നവരെഴുതി. ഇനി ഇവരെ കുടിക്കാം. 2 times 2 4, 4 times 3 12 LCM കിട്ടും. ഇങ്ങനെ എളുപ്പ വഴിയിൽ LCM കണ്ടുപിടിക്കും. അപ്പൊ ഇതാണ് ഈ LCM. പേര് കേൾക്കുമ്പോൾ ലീസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുകയും ഒരു വലിയ നമ്പർ കിട്ടുകയും LCM ഹൈയസ്റ്റ് എന്ന് പറയുന്ന തുടങ്ങി ഒരു കൊച്ചു നമ്പർ ചെന്ന് കലാശിക്കുകയും ചെയ്യുന്ന എൻ്റെ രഹസ്യം മനസ്സിലായോ? നന്നായിട്ട് HCFും LCMും അറിയണം. ഇത് ഗണിതത്തിലെ കണക്കുകൾ ചെയ്യുന്നതിന് മാത്രമല്ല, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഒക്കെ കണക്കുകൾ ചെയ്യുന്നതിനും ഈ ആശയങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് മാത്തമാറ്റിക്സിന് വേണ്ടി മാത്രമല്ല, ഫിസിക്സിനും കെമിസ്ട്രിയും കൂടെ വേണ്ടി ഇത് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്.